أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ദുനിയാവിനെ സംബന്ധിച്ച് ഐഹികമായ ഈ ലോകത്തെക്കുറിച്ച് തന്നെ ഇവിടെയുള്ള സകലതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോശമായ നിലയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദുനിയ മൽഊനത്തുൻ വ മൽഊനുൻ മാ ഫീഹ. ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. ദുനിയാവിലുള്ളതും അങ്ങനെ തന്നെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞത്, ആ ദുനിയ എന്ന് പറഞ്ഞാൽ അത് വാദിൽ ഹംഖ, വിഡ്ഢികളുടെ താഴ്വരയാണ്. വ അമാനിൽ ജാഹിലി, അന്തമില്ലാത്ത ജാഹിലീങ്ങളായിട്ടുള്ള ആളുകളുടെ കേന്ദ്രമാണ് ദുനിയാവ് എന്നാണ്. അത്രയ്ക്കും മോശമായ ഒന്നാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ഇത്രത്തോളം ദുനിയാവിനെ സംബന്ധിച്ച് അത് കേവലം ഒരു ചരക്കാണ് എന്നും അത് താൽക്കാലികമായ ഒരാസ്വാദനത്തിനുള്ള ഒരു കേന്ദ്രമാണ് ദുനിയാവ് എന്നൊക്കെ വ്യക്തമായി ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഇത്രത്തോളം വിശദീകരിച്ച് തന്നിട്ടും ദുനിയാവ് അതാണ് തൻ്റെ എല്ലാം എന്ന് മനസ്സിലാക്കി ദുനിയാവിനെ വാരിപ്പുണരുകയും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട്, ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്നതും അവശേഷിക്കുന്നതും അത് ആഖിറത്താണ്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. ആഖിറത്താണ് ഏറ്റവും നല്ലത്, ആഖിറത്താണ് എന്നെന്നും നമുക്ക് അവശേഷിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സൂറത്തു നിസായിലെ 77-ാം വചനം ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചതും അതേ ആശയം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഖുൽ, നബിയെ പറയുക, മതാഉൻ ഖലീൽ, ദുനിയാവിലെ വിഭവം വളരെ കുറച്ച ഖലീലാണ്. വൽ ആഖിറത്തു ഖൈറുൻ, ആഖിറത്താണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. മാത്രമല്ല അത് ആർക്കാണ്? ലിമനിത്തഖ, സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ വിനയാന്വിതരായി ജീവിച്ച ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് ആഖിറത്താണ് ഏറ്റവും നല്ലത്. വലാ തുളലമുന ഫതീല, ഒരു തരിമ്പ് പോലും നാളെ അവഗണിക്കപ്പെടുകയില്ല, ഒരു തരിമ്പ് പോലും ആക്രമിക്കപ്പെടുകയില്ല. പൂർണ്ണമായും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതാണ് ആഖിറത്ത്. ആഖിറത്തിലെ
അനുഭവിക്കാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പറഞ്ഞു തന്നിട്ടുള്ളത്? അത് ഉഇദ്ദത്ത് ലിൽ ഇബാദി സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? അത് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണുപോലും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമീഅത്ത്, ഒരു കാതുപോലും ഇന്നേ തീയതി വരെ കേട്ടിട്ടില്ലാത്ത, വല ഖത്റുൻ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ലാത്ത അനുഭവമാണ് നാളെ പരലോകത്ത് അനുഭവിക്കാനിരിക്കുന്നത്. ആർക്ക്? ലിമൻ ഇത്തഖ, സൂക്ഷ്മത പാലിച്ച് മുത്തഖിയായി ജീവിച്ച, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസൃതമായി ഇവിടെ ജീവിച്ചവർക്ക് ലഭിക്കാനിരിക്കുന്നത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും ഇന്നേ വരെ കേൾക്കാത്ത, ഒരു മനുഷ്യന്റെയും മനസ്സിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ലാത്ത ആ ഒരു അനുഭവമാണ് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത്. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യന് പോലും, ഒരാത്മാവിന് പോലും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി അവിടെ ഗോപ്യമാക്കി അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. മിൻ ഖുർറത്തി അയ്യുനിൻ, കൺകുളിർമയുണ്ടാക്കുന്ന ആനന്ദ അവസ്ഥയിലുള്ള കാര്യം അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, അമലുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രതിഫലം എന്ന നിലയിൽ അള്ളാഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ദുനിയാവും ആഖിറവും മനസ്സിലാക്കാൻ വളരെ ലളിതമായി പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം ഇവിടെ നമ്മളൊരു വഴിപോക്കരെ പോലെ അങ്ങനെ ജീവിക്കേണ്ട ഒരു ഇടമായിട്ടാണ് ഈ ദുനിയാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മളെ നിലപാടുകൾ എന്താ? നമ്മൾ ആലോചിക്കുക, നമ്മുടെ അവസ്ഥ എന്താ? ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നിട്ട് പോലും എന്തും ചെയ്യാൻ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, ഇവിടെ അതിനെ വാരി പുണരാൻ നമ്മൾ എന്തിനും തയ്യാറാകുന്ന ഒരവസ്ഥ. അത് വ്യക്തിയാവട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, എന്തിനേറെ നമ്മുടെ ഭരണകൂടങ്ങൾ വരെ ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും, ആരെ ചതിച്ചിട്ടാണെങ്കിലും, ആരെ കവർന്നിട്ടാണെങ്കിലും ഇവിടെ സത്യത്തിന് വിലയില്ല, ഇവിടെ നീതി കാണാനില്ല. ഒരു സത്യവും ഇവിടെ ഇന്ന് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? എവിടെയും നമ്മൾക്ക് കാണുന്നില്ല. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഭരണകൂടങ്ങൾ പോലും ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥകൾ നമ്മൾ ഇന്ന് കാണുകയാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഭരണകർത്താക്കളും അതിൻ്റെ സംവിധാനങ്ങളുമെല്ലാം ഇന്ന് ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ ഇവിടെ ആറാടി ജീവിക്കാൻ, ആരെ കൊന്നിട്ടാണെങ്കിലും ഇവിടെ സുഖലോലുപരായി ജീവിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ഇന്നിവിടെ ഉള്ളത്. ഏതായിരുന്നാലും അതെല്ലാം ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്ത്രീ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അവസ്ഥകൾ പോൽ ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ ഭീകരതകളും അതേപോലെ തന്നെ നീതി നിഷേധങ്ങളും അതെല്ലാം ഇന്ന് പകൽ വെളിച്ചം പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ ഒരു അവസ്ഥകളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയണം എന്ത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നെങ്കിലും നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്ര സത്യമാണ്. ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിനില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? അതെന്തുമാത്രം സത്യമാണ്.
ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നീതിയുണ്ടോ? സത്യമുണ്ടോ? എവിടെയെങ്കിലും നമ്മൾക്ക് കാണാനുണ്ടോ? ഇന്ന് കിട്ടാക്കനി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. ഇനി മരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴോ, മരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴോ, ഇനി ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ പോലും നമ്മുടെ ചിന്ത ആ മരണത്തെക്കുറിച്ചല്ല, മരിച്ച വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഖബറിലെ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ചല്ല നമ്മുടെയൊക്കെ സംസാരം. നമ്മൾ അപ്പോഴും സംസാരിക്കുന്നത് ദുനിയാവിനെ സംബന്ധിച്ചാണ്. നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ പോലും നമ്മൾ ആ മരിച്ച വ്യക്തി, പടച്ചോനെ ഞാനും ഇദ്ദേഹം ഈ കിടക്കുന്നത് പോലെ നാളെ കിടക്കണല്ലോ, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഞാനും ഇതുപോലെ കിടക്കേണ്ടവനാണല്ലോ എന്നൊരു ചിന്ത ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഖബർ സിയാറത്ത് നിരോധിച്ചതായിരുന്നു അല്ലേ? ഖബർ സിയാറത്ത് നിരോധിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് അനുവദിച്ചു. നിങ്ങൾ ഖബറിടം സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ്? ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്. ഖബർ സന്ദർശിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരാനാണ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് മക്ബറകളിൽ പോകുന്നു. നമ്മൾ എന്തിനാ മക്ബറകളിൽ പോകുന്നത്? അവിടെ പോകുമ്പോ ഈ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടോ? ഒരാഘോഷ സ്ഥലം പോലെയല്ലേ ഇന്നത്തെ മക്ബറകൾ? ഒരു ഉത്സവ സ്ഥലങ്ങളെ പോലെയല്ലേ ഇന്നത്തെ മക്ബറകൾ? എവിടെയാണ് നമ്മൾക്ക് മരണത്തെക്കുറിച്ച് ചിന്ത വരുന്നത്? അപ്പൊ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ആ ചിന്തല്ല. നമ്മൾ അവിടെ പോയി മയ്യത്തിനെ കാണുമ്പോൾ പോലും നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തല്ല. നമ്മൾ അപ്പ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ച്, മരിച്ചുപോയ വ്യക്തിയുടെ സ്വത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അയാൾ കഴിഞ്ഞ കാലത്തുണ്ടായ അയാളുടെ ജീവിതത്തെക്കുറിച്ച്. ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അവിടെയുള്ള സംസാരങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മരിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച വേണം. എന്താണ് ആ ചർച്ച വേണ്ടത്? അദ്ദേഹം ഒറ്റയ്ക്കുള്ള ഒരു യാത്രക്ക് തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ, അല്പ മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റക്കാണ് യാത്രയാകുന്നത്. അദ്ദേഹം ഒറ്റക്കാണ് ഖബറിലേക്ക് പോകാനുള്ളത്. പടച്ചോനെ, അയാളുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ച് സമയമെങ്കിലും നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോഴേ നമ്മൾക്ക് ദുനിയാവ് എവിടെ നിൽക്കുന്നു, ആഖിറത്ത് എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് ആഖിറത്തിന്റെ അവസ്ഥ, ഇത് നമ്മൾക്ക് ബോധ്യമാകൂ. എന്നാൽ അന്തസ്സായി ജീവിച്ച് അന്തസ്സായി മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആളുകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതിനപ്പുറം പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി അമലുകൾ ചെയ്ത് പരലോകം പുലുകി സ്വർഗം പുലുകി തിരിച്ചുപോയ ആളുകളുടെ ചരിത്രം നമ്മൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വമിൻഹും, അവരിലുണ്ട്, മനുഷ്യന്മാരിലുണ്ട്, സാബിഖും ബിൽ ഖൈറാത്ത്, സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകൾ ചെയ്ത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള, അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള എത്രയോ മഹാരഥന്മാരായ ആളുകൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടെ. അപ്പോ അങ്ങനെ ചരിത്രത്തില് സ്വർഗം വരിച്ചിട്ടുള്ള, സ്വർഗം ഉറപ്പായി ലഭിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള, അങ്ങനെ അടയാളപ്പെടുത്തിയ എത്രയോ ആളുകള് ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പരിപൂർണമായും തൃപ്തിപ്പെട്ടവരാണ്. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ എത്രയോ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പൊ നമ്മളും അങ്ങനെ ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു മരണത്തെയാണ്. പക്ഷേ നമ്മൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ താബിഈകളിലെ അതിപ്രധാനിയായിരുന്ന
ഖതാദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആമിർ ബിൻ അബ്ദുൽ ഖൈസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, യാ ആമിർ ബിൻ അബ്ദുൽ ഖൈസിന്റെ മരണമാസന്നമായ സന്ദർഭത്തിൽ, മരണത്തോടടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. ആ കരയുന്ന സന്ദർഭത്തിൽ ആമിർ ബിൻ ഖൈസിനോട് ചോദിക്കുകയാണ്, യാ ആമിർ മാ യുബികീക, എന്തിനാണ് ആമിറെ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ കാല അദ്ദേഹം പറയാ, മാ അബ്കാ ലന്നം ബിദുനിയാകും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയോ ഈ ദുനിയാവിലെ വിഭവങ്ങളെ കുറിച്ചോ ഇവിടെയുള്ള സന്തോഷത്തെ കുറിച്ചോ ഇവിടെയുള്ള ആനന്ദകരമായ അവസ്ഥയെ കുറിച്ചോ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. എന്നാൽ ഞാൻ കരയുന്നത് ഈ ദുനിയാവിൽ നിന്നിതാ ഞാൻ വേറിട്ട് പോവുകയാണ്, ഞാൻ ഇവിടെ നിന്നിതാ ഒരു ഫിറാഖിനെ കാണുകയാണ്, എന്നേക്കുമായി ഞാൻ വിട പറയുകയാണ്. ഈ വിട പറയുന്നതിനെ കുറിച്ച്, ഞാൻ മരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടാണ് ഞാൻ കരയുന്നത്. ഒന്നുകൂടി അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്, ഇനി അതിശക്തമായ ചൂടുള്ള സമയത്ത് ദാഹിക്കുന്ന ഒരു സാഹചര്യം അതെനിക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? പരിശുദ്ധമായ ഒരു നോമ്പ്, അത് നോമ്പെടുത്താൽ നമുക്കറിയാം അത്യുഷ്ണമായ സന്ദർഭങ്ങളിൽ അതിശക്തമായ ചൂടുള്ള സമയത്ത് നോമ്പെടുക്കുമ്പോ ദാഹിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അദ്ദേഹം പറയാ, അങ്ങനെ ഒരു നോമ്പെടുത്ത് ഒരു ദാഹം അനുഭവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അതുമാത്രമല്ല, അതിശക്തമായ തണുപ്പ് അനുഭവിക്കുന്ന ഒരവസ്ഥ അതെപ്പോഴാ? പാതിരാവിൽ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അനുഭവിക്കുന്ന അതിശക്തമായ ഒരു തണുപ്പുണ്ട്. ആ തണുപ്പും എനിക്കിനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആമിർ കൃത്യമായി പറയുകയാ. നമ്മൾ അറിയണം ആമിർ ബിൻ ഖൈസിന്റെ ചരിത്രം. അത് മാത്രമല്ല, നമുക്കേറെ പരിചയമുള്ള ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്ര ഹദീസുകളാണ്, എത്ര ആലിമുൽ ഹദീസുകളുടെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും ഇതുപോലെ അദ്ദേഹത്തിന്റെ മരണാസന്നമായ സമയത്ത് പൊട്ടി കരയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ, ഫഖീല ലഹു മാ യുബ്കീക യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ആരോടായി ചോദിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനോടല്ല, ഹദീസ് പണ്ഡിത അലിമായ മുഹദ്ദിസായ ആളോടാണ് ചോദിക്കുന്നത്. അല്ലയോ അബൂ ഹുറൈറ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും, എനിക്കിവിടെ ദുനിയാവിനോടുള്ള ഒരു താല്പര്യവും എന്റെ മുമ്പിൽ ഇല്ല, ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തിട്ടല്ല ഞാൻ കരയുന്നത്. വലാകിന്നി നിശ്ചയമായും അബ്കി, ഞാൻ കരയുന്നത് ലിബുഅദി സഫരി, നീണ്ടു കിടക്കുന്ന ഒരു യാത്രയിലേക്ക് ഞാനിതാ തുടക്കം കുറിക്കുകയാണ്. മരണം ആ യാത്രയിലേക്കുള്ള ഒരു തുടക്കമാണ്. ഈ നീണ്ട യാത്രയെ കുറിച്ച്, അതേപോലെ തന്നെ വഖില്ലതസാദി, എന്റെ പൊതിച്ചോറ്, ഞാൻ സംഭരിച്ചു വെച്ചിട്ടുള്ള എന്റെ ഭക്ഷണം, അത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ ദീർഘദൂരമുള്ള ആ യാത്രയെ കുറിച്ച് ഓർത്തിട്ടാണ്, അതിന് പര്യാപ്തമായ നിലയിൽ എൻ്റെ അടുത്ത് ഭക്ഷണങ്ങളില്ല, എൻ്റെ അടുത്ത് പൊതിച്ചോറുകളില്ല, അതെല്ലാം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ എത്ര ആളുകളുടെ ചരിത്രമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. എൻ്റെ ഈ യാത്ര അത് സ്വർഗത്തിലാണോ ചെന്നെടുക്കുന്നത്, അതല്ല നരകത്തിലേക്കാണോ എന്നുള്ള ചിന്തയും എന്നുള്ള തോന്നലുകളുമായിരുന്നു ഇവരുടേതൊക്കെ എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദുനിയാവ് എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രം
നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഏതൊരാൾക്കും നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എത്ര കാലം ഇവിടെ ഉണ്ടാകും, എത്ര കാലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, അതെത്രയാണ് എന്ന് കൃത്യമാണ്. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ട് നീക്കാനോ നീങ്ങാനോ സാധ്യമല്ലാത്ത വിധം അത് ആ ജീവിതം ഇവിടെ അവസാനിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ആ നിലയ്ക്ക് വളരെ കൃത്യമായി കിട്ടുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏതൊരു വിശ്വാസിയും ഇവിടെ ജീവിക്കേണ്ടത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ അവസാന സമയത്ത് തന്റെ മക്കളോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാ, മക്കളെ, എന്റെ ജീവിതത്തിൽ, ബാപ്പാന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒരു ഘട്ടം ഈ ബാപ്പ മുശ്രിക്കായിരുന്നു. ഏറ്റവും ദേഷ്യം എനിക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്നത് അദ്ദേഹത്തെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമതായി അദ്ദേഹം മക്കളോട് പറയുന്നത്, അങ്ങനെ ഒരു ജീവിതം കഴിഞ്ഞ് രണ്ടാമത്തെ എൻ്റെ ഒരു ഘട്ടം ഞാൻ ഇസ്ലാമായി എന്നതാണ്. ഞാൻ മുസ്ലിമായി ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഞാൻ ബൈഅത്ത് ചെയ്തു. ഞാൻ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയുണ്ടായി. പക്ഷെ അതിനു മുമ്പേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, എനിക്കൊരു നിബന്ധനയുണ്ട്, ഞാൻ ബൈഅത്ത് ചെയ്യാം, ഞാൻ ഷഹാദത്ത് ചൊല്ലാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള അങ്ങേയറ്റം മോശമായ ഒരുപാട് കാര്യങ്ങൾ അങ്ങയോടും ഈ മതത്തോടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പൊറുക്കപ്പെടുമോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അമാ അലിംത, നീ അറിയണം, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, അങ്ങനെ ഒരാൾ മുസ്ലിമായാൽ കഴിഞ്ഞ കാലത്ത് അവരിൽ വന്നതെല്ലാം അത് പൊളിച്ചു കളയും. ആ ഇസ്ലാമാകുന്നതോടുകൂടി, മുസ്ലിം ആകുന്നതോടുകൂടി അതെല്ലാം അവിടെ പൊളിഞ്ഞു വീഴുമെന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. അറിയണം, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിമായി ബൈഅത്ത് ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിമാകുന്ന ഒരു ഘട്ടം. അങ്ങനെ 2 ഘട്ടം കഴിഞ്ഞു. അംർ ഇബ്നുൽ ആസിന്റെ മൂന്നാമത്തെ ഘട്ടം ജീവിതത്തിലെ ഏറ്റവും അഭിവൃദ്ധി എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി, ഗവർണറായി ഭരണമേറ്റെടുത്ത് അങ്ങനെയുള്ള ഒരു കാലം അദ്ദേഹത്തിന് കുറെ കാലം ഉണ്ടായിരുന്നു. ആ സമയം, അതിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മളും അറിയണം. അദ്ദേഹം പറഞ്ഞതാണ്, മാ അദിരി മാ ഹാലി, മാ അദിരി മാ ഹാലി, ഇനി എന്താണ് എൻ്റെ അവസ്ഥ എനിക്കറിയില്ല, എന്താണ് എൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഈ ഒരു ചിന്തയാകണം ഏത് സമയത്തും നമ്മൾക്കുണ്ടാകേണ്ടത്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും പല ജീവിതത്തിലെ പല ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാ നമ്മളും ഇതുപോലെയുള്ള ഓരോ അവസ്ഥകളിലേക്കും എത്തിവരുന്നത്. നമ്മുടെ ചെറുപ്പകാലം, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാലം, അത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ കാലം. ഈ കാലെത്തുമ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്താണ് എൻ്റെ അവസ്ഥ എന്ന്. ഇത് നല്ല ഓർമ്മയിൽ, നല്ല ചിന്തയിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സംഗതിയാ. എന്താണ് പടച്ചോനെ എൻ്റെ അവസ്ഥ? ഇപ്പൊ ഇവിടുത്തെ ദുനിയാവിലെ അവസ്ഥ അല്ല, ഞാൻ ഇവിടുന്ന് പോയാൽ എനിക്ക് മരിക്കണല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മരണം കേട്ടാൽ, വാർത്ത കേൾക്കുമ്പോൾ കുറഞ്ഞ സമയം നമ്മളെ മനസ്സിലുണ്ടാവൂ, അയാൾ മരിച്ചില്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് വേഗം ചെല്ലും നമ്മൾ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിട്ട്, അത് മറന്ന്, പിന്നെ എന്താണ് ഒരു ലഗാനുമില്ലാത്ത ഒരു ഒരു രീതിയാണ് പിന്നീട് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാൻ പാടില്ല. അംർ ഇബ്നുൽ ആസ് പോലും ആഗ്രഹിച്ചു, എൻ്റെ രണ്ടാമത്തെ ഘട്ടം മതിയായിരുന്നു എനിക്ക്. ഏത്? മുശ്രിക്കായി കുറെ കാലം ജീവിച്ച് പിന്നീട് മുസ്ലിമായി ബൈഅത്ത് ചെയ്തിട്ട് റസൂലുള്ളാഹി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ആഗ്രഹിച്ചു പോയി, അംർ ഇബ്നുൽ ആസ് ആഗ്രഹിച്ചു പോയി. എന്നാൽ മൂന്നാമത്തെ ഘട്ടം വന്നപ്പോ ഒരു ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരവാദിത്തം കൂടിയില്ലേ, രാജ്യത്തിന്റെ ഉത്തരവാദിത്തം കൂടിയില്ലേ. നമ്മുടെ നാട്ടില് ഏത് ഭരണാധികാരി വന്നാലും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്കുണ്ടോ?
നമ്മളെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് അവകാശങ്ങൾ നൽകണമെന്നോ അല്ലെങ്കിൽ നീതി കൃത്യമായി നൽകേണ്ടതുണ്ട് എന്നോ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തുണ്ടോ? ഇല്ല. അവരുടെയൊക്കെ ചിന്ത നമ്മൾ സ്വന്തം കുടുംബം, ബാക്കിയുള്ള ആളുകൾ, എൻ്റെ സ്വന്തക്കാരും ബന്ധപ്പെട്ടവരും ഒക്കെ സുഖലോലുപരായി ഈ രാജ്യത്ത് ജീവിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകണം, ഇവിടെ സ്വർഗമായി അങ്ങനെ അത് പോവട്ടെ, ഈ ഒരു ചിന്തയാ. എന്നാൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇത്തരം ചിന്തകൾ ഏത് സമയത്ത് നമ്മൾക്കുണ്ടാകണം? മാ ഹാലി മാ അദ്രി മാ ഹാലി, എന്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരണം. അങ്ങനെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച്, പരലോകത്തെക്കുറിച്ച് ആലോചിച്ച്, ഖബറിൽ, അതിന്റെ മുമ്പ് എത്തേണ്ട സ്ഥലമാണല്ലോ ഖബറ്. ഖബറിൽ ആരാ ഉള്ളത്? ഒറ്റക്കാണല്ലോ, ആരുമില്ലല്ലോ എൻ്റെ കൂടെ. ആ ഖബറിലെ ഭയാനകമായ ആ ഒരു അവസ്ഥ എന്താ, എൻ്റെ സ്ഥിതി എന്താ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നന്ന് ദുനിയാവും അതേപോലെ തന്നെ ആഖിറവും നല്ല രൂപത്തിലായിത്തീരും. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖ്വല്ലാഹ ഫാനിയൻ ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോ ദിവസവും അവരുടെ വ്യക്തിപരമായി തന്നെ നിർവഹിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മുസ്ലിം അതാണ് നമ്മളെ കലിമത്ത് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തിയ അതിൻ്റെ 1-ാം തീയതി മുതൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്തി മാന്യമായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്തം നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അതിലേറ്റവും അതിപ്രധാനമാണ് 5 നേരത്തെ നമസ്കാരം. എത്ര പേരുണ്ട് കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന ആളുകൾ? നമ്മൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ്, പേരുള്ള പ്രശസ്തിയുള്ള ആളുടെ മകനാണ് അല്ലെങ്കിൽ മക്കളാണ്, ഞാൻ വലിയ തറവാട്ടുകാരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ ഈ ഉത്തരവാദിത്വം, ഞാൻ ഇന്ന് എത്ര ഈ 5 നേരം നമസ്കരിക്കേണ്ട ഞാൻ ഒരു ദിവസത്തിൽ എത്ര നേരം നമസ്കരിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ജുമുഅ സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റം പ്രതിഫലാർഹമായ ഒരു ജുമുഅ മുബാറക്, അനുഗ്രഹീതമായ ഒരു ജുമുഅ. ആ ജുമുഅക്ക് പോലും ഒന്ന് നേരത്തെ ഞാൻ പള്ളിയിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ജുമുഅ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വരണം എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? അതെന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത്? പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, 5 മിനിറ്റ് ഖുതുബ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചാലോ, 5 മിനിറ്റ് കൊണ്ടങ്ങ് അവസാനിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ച് നിന്നാണ്. ഏത് സമയവും അതുണ്ടാകും, അതിനൊരു സംശയവുമില്ല. കാരണം വെള്ളിയാഴ്ചകളിൽ പോലും നമ്മളൊന്ന് നേരത്തെ പള്ളിയിൽ വന്ന് എന്തിനാണ് നമ്മൾ ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ഏർപ്പാട് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാട്ടിലുള്ള ആളുകൾ ഞാൻ പള്ളിയിൽ പോയില്ല എന്നതുകൊണ്ട് എന്നെ എന്തെങ്കിലും വിചാരിക്കും എന്ന് കരുതിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ വരണമെന്നില്ല. എന്റെ പരലോകം നിർണയിക്കുന്ന
ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസത്തെ കാണേണ്ടത്. വളരെ വേദനയോടുകൂടിയാണ് പലപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സംഗതി നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ജുമുഅ ദിവസം ബാങ്ക് കൊടുത്ത് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി, ഇവിടെ പള്ളിയിൽ ജുമുഅ തുടങ്ങി ഉടനെ തന്നെ ആളുകൾ മുകളിലൂടെ കയറി മറിഞ്ഞ് സീറ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ മാത്രം ഹാജറുള്ള ആയിരക്കണക്കിന് മലക്കുകൾ ഈ പള്ളിയുടെ അകത്തളത്തിൽ ഉണ്ട്. നമ്മുടെ ഖുതുബ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മലക്കുകൾ ഇവിടെ സന്നിഗ്ധരാണ് എന്ന് നമ്മൾ അറിയണം. ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം. മാത്രമല്ല, ഈ ജുമുഅ കഴിഞ്ഞ് എത്ര പേര് വീട്ടിലേക്ക് എത്തും എന്നതിനെ സംബന്ധിച്ച്, എന്തെങ്കിലും നമ്മുടെ കുടുംബവുമായി കണ്ടുമുട്ടും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ കഴിയുമോ നമ്മൾക്ക്? ഇല്ല. ഇതെന്റെ അവസാനത്തെ ജുമുഅയാണ്. നമ്മളൊരു വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, അടുത്ത വെള്ളിയാഴ്ച ഇനി എനിക്ക് വരാനില്ല. അടുത്ത വെള്ളിയാഴ്ച നമ്മളിൽ എത്ര പേര് ഈ പള്ളിയിലുണ്ടാകും? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ആ ഒരു ചിന്തയോട് കൂടിയാണ് നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചയെയും വെള്ളിയാഴ്ചയെയും നമ്മൾ കാണേണ്ടത് എന്നുകൂടി വളരെ വേദനയോടുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വ്യക്തിപരമായി കുടുംബപരമായി ഒക്കെ നമ്മൾക്കൊക്കെ ഉണ്ട്. എല്ലാം അള്ളാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന എത്ര ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അവരുടെ വേദനകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, രോഗികളായി കിടക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവേ ശമനം നൽകി ശിഫ നൽകി അവരെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള, നിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് വന്നിട്ടുള്ള എത്രയോ സഹോദരി സഹോദരന്മാർ അള്ളാഹുവേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും അള്ളാഹുവേ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവേ. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഒരുപാട് ആളുകൾ ഈ പള്ളിയുമായി സഹകരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി എത്രയോ ആളുകൾ സഹകരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള മുഅദ്ദിനും ഖതീബിനും അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഭക്ഷണം നൽകുന്നവരുണ്ട്. അങ്ങനെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നവരിൽ തന്നെ വീടുകളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഈ പള്ളിക്ക് സേവനം ചെയ്യുന്ന അള്ളാഹുവേ, മറ്റു കാര്യങ്ങൾ സഹായങ്ങളൊക്കെ നൽകി സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവേ അർഹമായ പ്രതിഫലം നൽകി അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.